Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. യുകെയിലെ ബർമിംഗ്ഹാമിൽ താമസിക്കുന്ന 56 വയസ്സുകാരിയായ മഞ്ജിത് സാംഖ്യയ്ക്ക് വളർത്തുനായയിൽ നിന്ന് ഉണ്ടായ അപൂർവ ബാക്ടീരിയ അണുബാധ മൂലം ഇരു കൈകളും ഇരു കാലുകളും മുറിച്ചു മാറ്റേണ്ടി വന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ട മഞ്ജിത്തിനെ ഭർത്താവ് കാം വീട്ടിൽ ബോധരഹിതയായി കണ്ടെത്തുകയായിരുന്നു. ചുണ്ടുകൾ നീലനിറമായും കൈകാലുകൾ തണുത്ത നിലയിലുമായിരുന്നു. അവരെ അടിയന്തരമായി ന്യൂ ക്രോസ് ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയ്ക്കിടെ 6 തവണ ഹൃദയസ്തംഭനമുണ്ടായെങ്കിലും അവർ അതിനെ അതിജീവിച്ചു. പരിശോധനയിൽ ശരീരത്തിലുണ്ടായിരുന്ന ചെറിയ മുറിവിൽ നായ നക്കിയതിലൂടെ കാപ്നോസൈറ്റോഫാഗ കാനിമോർസസ് എന്ന ബാക്ടീരിയ രക്തത്തിൽ പ്രവേശിച്ചതാണ് ഗുരുതര ആരോഗ്യ പ്രശ്നത്തിന്റെ കാരണമായതെന്ന് കണ്ടെത്തി. ഇത് കാരണം അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയായിരുന്നു. ഇതിനു പുറമെ അപൂർവമായ രക്തം കട്ടപിടിക്കുന്ന പ്രശ്നവും ഉണ്ടായതോടെ അവസ്ഥ വഷളായി. അണുബാധ പടരാതിരിക്കുവാൻ കൈകാലുകൾ കാൽമുട്ടിന് താഴെയും പിന്നീട് ഇരു കൈകളും മുറിച്ചു മാറ്റേണ്ടിയും വന്നു. ഡോക്ടർമാർ കുടുംബത്തോട് ജീവൻ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ചുള്ള ചിത്രം എപ്സ്റ്റീൻ ഫയലുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കുടുംബം വിശദീകരണവുമായി രംഗത്തെത്തി. ബിക്കിനി ധരിച്ച 2 സ്ത്രീകളോടൊപ്പം ഹോക്കിംഗ് ഇരിക്കുന്ന ചിത്രം 2006 കരീബിയൻ ദ്വീപായ സെന്റ് തോമസിലെ ഹോട്ടലിൽ നടന്ന ശാസ്ത്ര സമ്മേളനത്തിന് ശേഷം എടുത്തതാണെന്ന് കുടുംബം വ്യക്തമാക്കി. ചിത്രത്തിലുള്ള സ്ത്രീകൾ ഹോക്കിങ്ങിന്റെ യുകെയിൽ നിന്നുള്ള ദീർഘകാല പരിചാരകരാണെന്നും അവർ കൂട്ടിച്ചേർത്തു. എപ്സ്റ്റീനെ സംബന്ധിച്ച് രേഖകളിൽ ചിത്രം ഉൾപ്പെട്ടിരുന്നുവെങ്കിലും സംഭവത്തിന്റെ വ്യക്തമായ പശ്ചാത്തലം പുറത്തുവന്നിരുന്നില്ല. 2006 മാർച്ചിൽ എപ്സ്റ്റീൻ സംഘടിപ്പിച്ച ശാസ്ത്ര സമ്മേളനത്തിൽ ഹോക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ ശാസ്ത്രജ്ഞർ പങ്കെടുത്തിരുന്നു. സെന്റ് തോമസിനോട് ചേർന്നുള്ള ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപിലും പരിപാടികൾ നടന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഹോക്കിങ്ങിന് പ്രത്യേകമായി സമുദ്രത്തിനടിയിലേക്കുള്ള ജലാന്തർ യാത്രയും ഒരുക്കിയിരുന്നു. NHS ഇംഗ്ലണ്ടിലെ മാതൃത്വ നവജാത ശിശു സേവനങ്ങളിൽ ഗുരുതര വീഴ്ചകൾ ഉണ്ടായതായിട്ടുള്ള സർക്കാർ നിയോഗ സ്വതന്ത്ര അവലോകന കമ്മിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. വംശീയത, സ്റ്റാഫ് ക്ഷാമം, ഉത്തരവാദിത്വക്കുറവ് എന്നിവ ഉൾപ്പെടെയുള്ള 6 പ്രധാന ഘടകങ്ങൾ ഈ സാഹചര്യത്തിന് വഴിവെച്ചതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഇതുവരെ 8000-ലധികം പേരിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയും 400-ലധികം കുടുംബങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതായി വ്യക്തമാക്കി. അന്തിമ ശുപാർശകൾ ഏപ്രിലിൽ സമർപ്പിക്കുമെന്നാണ് അറിയിപ്പ്. മതിയായ ജീവനക്കാരുടെ അഭാവം കാരണം ആന്റിനേറ്റൽ വാർഡുകളും പ്രസവ യൂണിറ്റുകളും അമിതഭാരത്തിൽ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കാത്തിരിപ്പ് സമയം കൂടുതൽ, സുരക്ഷാ മാനദണ്ഡങ്ങളിലെ കുറവ്, കമ്മ്യൂണിറ്റി മിഡ്വൈഫുമാരെ പ്രസവ യൂണിറ്റുകളിൽ വിന്യസിക്കൽ തുടങ്ങിയ നടപടികൾ രോഗി സുരക്ഷയെ ബാധിക്കുന്നുവെന്ന കണ്ടെത്തൽ. പ്രസവ വിദഗ്ധരും മിഡ്വൈഫുമാരും തമ്മിലുള്ള മോശം ബന്ധം, മുതിർന്ന ഡോക്ടർമാരുടെ വംശീയവും പീഡനപരവുമായ പെരുമാറ്റം എന്നിവ മാനേജ്മെന്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. വാഹനാപകടങ്ങളിൽ പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് ഡൽഹി സർക്കാർ 25,000 രൂപ സമ്മാനം പ്രഖ്യാപിച്ചു. തിരക്കേറിയ റോഡുകളിൽ അപകടമുണ്ടാകുമ്പോൾ ധാരാളം പേർ ഓടിക്കൂടുമെങ്കിലും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുവാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നേരത്തെയുള്ള ദുരനുഭവങ്ങളും നിയമപാലകരിൽ നിന്നുണ്ടായ ചോദ്യം ചെയ്യലുമൊക്കെയാവാം പിന്നോട്ട് നിർത്തുന്നത്. ഈ സാഹചര്യം പരമാവധി ഒഴിവാക്കുവാനാണ് സർക്കാർ പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ ഗുഡ് സമരിതാൻ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് സംസ്ഥാന സർക്കാർ രാഹ് വീർ പദ്ധതി നടപ്പിലാക്കുന്നത്. റോഡരികിൽ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവരെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവർക്കായിരിക്കും ഈ സമ്മാനത്തിന് അർഹത. ഇൻസ്റ്റാഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സ് എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ലോകത്തിലെ ആദ്യ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2014 ആരംഭിച്ച മോദിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഡിജിറ്റൽ ഇടങ്ങളിലൊന്നായി വളരുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ 4.32 കോടിയിലധികം ഫോളോവേഴ്സ് മോദിക്കുണ്ട്. കൊച്ചിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമം. എറണാകുളം നോർത്ത് സ്റ്റേഷൻ SI PN സന്തോഷിനാണ് പരിക്കേറ്റത്. ബോണറ്റിലേക്ക് വീണ സന്തോഷമായി കാർ 20 മീറ്റർ മുന്നോട്ട് പാഞ്ഞു. ഇതിന് പിന്നാലെ സഡൻ ബ്രേക്ക് ഇട്ടതോടെ SI തെറിച്ചു വീഴുകയായിരുന്നു. ACM സ്കൂളിന് സമീപം 11:00 സംഭവം. ഉദ്യോഗസ്ഥർ കൈകാണിച്ചതിനെ തുടർന്ന് നിർത്തിയ ശേഷം അമിത വേഗത്തിൽ കാർ ചീറിപ്പായുകയായിരുന്നു. കാർ കണ്ടെത്തുവാനുള്ള പരിശോധനകൾ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. കാറിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കളുണ്ടോ എന്നതാണ് സംശയം. ഇനി കായിക വാർത്തകൾ. 2020 ലോകകപ്പ് സൂപ്പർ 8-ലെ സൂപ്പർ പോരാട്ടത്തിൽ ഇന്ന് ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും നേർക്കുനേർ. ഇവർ നേർക്കുനേർ വരുമ്പോൾ ചങ്കിടിക്കുന്നത് ഇന്ത്യൻ ടീമിനും ആരാധകർക്കുമാണ്. ഇന്നത്തെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ജയിച്ചാൽ ഇന്ത്യയുടെ സെമി പ്രതീക്ഷകൾക്ക് കൂടുതൽ തിളക്കം വയ്ക്കും. വിൻഡീസാണ് ജയിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ സെമി സാധ്യത അല്പം കൂടി മങ്ങും. ഇന്ന് ജയിക്കുന്ന ടീമിന് സെമിഫൈനൽ ഏറെക്കുറെ ഉറപ്പാക്കാം. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3 മുതലാണ് മത്സരം. ഇന്ന് വിൻഡീസിനെയും അടുത്ത മത്സരത്തിൽ സിംബാബ്വെക്കെതിരെയും ജയിച്ചാൽ ദക്ഷിണാഫ്രിക്ക ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ സെമിയിൽ കടക്കും. ഇതോടെ സിംബാബ്വെക്കെതിരെയും അവസാന മത്സരത്തിൽ വിൻഡീസിനെതിരെയും ജയിച്ചാൽ ഇന്ത്യക്ക് 2ാം സ്ഥാനക്കാരായി സെമി ഉറപ്പിക്കാം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 123.29 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.